ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് പ്രൊമോയും കൂടെ ചേർത്തിട്ടാണ് ഈ എപ്പിസോഡ് പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ദേവിയെ അവിടുന്ന് ഇറക്കി വിടാൻ തന്നെ തീരുമാനിച്ചിട്ട് ഗോമതി എല്ലാവരോടും പറയുന്നുണ്ട്. അതായത് ശ്രീകലയോടും ഉദയഭാനുവിനോടും പറയുന്നുണ്ട്, ഇത്രയും വലിയ കൊടും ചതി എൻ്റെ മോനോടും കുടുംബത്തോടും ചെയ്തത് നിങ്ങൾ മോളെ കൊണ്ട് ചെയ്തതും പോരാഞ്ഞിട്ട് അവൾ ഞങ്ങളോടൊരു വാക്ക് ഇതുവരെയും തുറന്നു പറഞ്ഞിട്ടില്ല. അതിൻ്റെയും കൂടെ ദേഷ്യത്തിലാണ് ദേവി ഇനി ഇവിടെ നിൽക്കണ്ട, വിളിച്ചുകൊണ്ട് പോകാനായിട്ട് പറയുകയാണ്. അങ്ങനെ ദേവി എല്ലാവരുടെയും കൈയും കാലും ഒക്കെ മാറി മാറി പിടിക്കുന്നുണ്ട്. എന്നെ പറഞ്ഞു വിടരുത്, ഞാനിവിടെ ഒരു വേലക്കാരി പോലെ കഴിഞ്ഞോളാം, എനിക്കൊരു പരിഗണനയും തന്നില്ലെങ്കിലും കുഴപ്പമില്ലാന്ന്. എന്നാലും ഇത്രയും വലിയൊരു ഷോക്ക് ഇവർക്ക് കിട്ടിയിട്ട് ദേവി അവിടെ നിർത്തുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ബാലൻ തന്നെയാണ് ഉറപ്പിച്ച് പറയണത്, ഇനി ദേവി നിൽക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ മകളെ വിളിച്ചുകൊണ്ട് പൊക്കോളാൻ. അപ്പോൾ ഉദയഭാനും ശ്രീകലയും കൂടെ പറയുകയാണ്, അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ വിളിച്ചുകൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല, അവളിവിടെ ആനന്ദിൻ്റെ ഭാര്യയായിട്ട് ഞങ്ങൾ കല്യാണം കഴിപ്പിച്ച് അയച്ചതാണ്, നിയമപരമായിട്ട് നമ്മൾ പോകുമെന്ന് പറയാം, നിങ്ങൾ എങ്ങനെ വേണോ പൊക്കോ, പക്ഷേ അകത്താവുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. ഒരു കുടുംബത്തെ മുഴുവനും കള്ളം പറഞ്ഞ് ചതിച്ചതിന് ഇനി എന്തൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാലും ഞങ്ങളതിലൊന്നും വഴങ്ങത്തില്ല, മോളെയും കൂട്ടി പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ ശ്രീകല കൊണ്ടുപോകാൻ തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ ഗോമതി ദേവിയുടെ കൈ പിടിച്ച് വെളിയിലേക്ക് കൊണ്ടുവിടുക ചേട്ടാ, എന്നിട്ട് ഡോറും വലിച്ചടച്ച്. അന്നേരം ശ്രീകലയ്ക്കാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് അവിടെ കിടന്ന് ബാലനെയും ദേവമംഗലത്തെ മുഴുവനുള്ള ആൾക്കാരെയും ഒക്കെ പ്രാഗി തൊലയ്ക്കുന്നുണ്ട്. ഒരു കാലത്തും ഗുണം പിടിക്കില്ല, നന്നാവില്ല, ബാലൻ ദുഷ്ടൻ, ഒരു പെൺകൊച്ചിനെയും കല്യാണം കഴിപ്പിച്ച് മോന് വേണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് നിസാര ഒരു കാരണവും പറഞ്ഞിട്ട് ഇപ്പോൾ അടിച്ചിറക്കി വിടുന്നു, ഇത് ഞാനിങ്ങനെ വിടില്ല എന്ന് പറഞ്ഞ് നാട്ടുകാരെ മുഴുവനും അറിയിക്കുമെന്ന് പറഞ്ഞ് അലറി വിളിക്കുകയും കൃഷ്ണമംഗലത്തുള്ളവരെ കൂട്ടത്തിൽ വിളിക്കുകയൊക്കെ ചെയ്യാട്ടോ. അപ്പോൾ അച്യുതന് എന്തായാലും ഒരു ശത്രുവിന് അവരുടെ ഒരു ശത്രുവിനെ കൂടി തൻ്റെ മിത്രമാക്കാമല്ലോ എന്നും പറഞ്ഞ് ഓടി വരിക കേട്ടോ, കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. ശ്രീകലയും ഉദയഭാനും കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എൻ്റെ മോളെ അവർ പുറത്താക്കി, കാരണമൊന്നുമില്ല, എന്തോ കാര്യമുണ്ടെന്നും പറഞ്ഞ് ഞങ്ങളിവിടെ വിളിപ്പിച്ചെങ്കിലും കാരണമൊന്നും പറയാണ്ട് എൻ്റെ മോളെ അടിച്ചിറക്കുക ചെയ്തത്, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാം. അപ്പോൾ അച്യുതൻ പറയാണ്, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, നിങ്ങളിത് പോലീസിൽ അറിയിക്കണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ മകളെ തിരിച്ച് കയറ്റുന്നവർ അവിടെ സത്യാഗ്രഹം ഇരിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അവരതേപോലെ ആ നടയിൽ അങ്ങ് ഇരിക്കുകയാണ് 3 പേരും കൂടെ. ദേവിയല്ല, പക്ഷേ ദേവിക്ക് അച്ഛനമ്മയും പറയണത് അനുസരിച്ചല്ലേ പറ്റുള്ളൂ, അതുകൊണ്ട് 3 പേരും കൂടെ ആ ദേവമംഗലത്തിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. ആ നേരത്ത് ബാലൻ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഉദയഭാനുവിനോട് പറയാം, എടോ താനും തൻ്റെ മകളും കൂടെ എൻ്റെ മകനെയും ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു ഞങ്ങളോട് ചെയ്ത ചതി, അത് ഈ ആരോടൊന്നും വിളിച്ച് പറയാണ്ട് നല്ല വെള്ള ചമഞ്ഞ് നിൽക്കരുത്, ഞാനായിട്ട് ഇതെല്ലാം എല്ലാവരോടും വിളിച്ച് പറഞ്ഞാൽ നിങ്ങളാവും നാണം കിടുക, പിന്നെ സത്യാഗ്രഹം ഇരിക്കണമെങ്കിൽ ഇരുന്നോ, പക്ഷേ പോലീസിനെ വിളിച്ച് അറിയിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം പിടിച്ചുകൊണ്ട് പോകുന്നത് നിങ്ങളെ തന്നെയായിരിക്കും, മനസ്സിലായോ, ഇത്രയൊക്കെ ആക്കി വെച്ചതും പോരാ, ഇനിയും തനിക്കിനി എൻ്റെ അവസാനം കാണണമെന്നാണോ പറയുന്നതെന്ന് പറഞ്ഞു ഉദയഭാനുവിന് അടി കൊടുക്കാനൊക്കെ പോവുക. അങ്ങനെ ദേവി പോയി തൊഴുത് അപേക്ഷിക്കുന്നുണ്ട്, ബാലച്ച എൻ്റെ അച്ഛനെ അടിക്കുകയും ഒന്നും ചെയ്യരുത്, ഞങ്ങൾ പൊക്കോളാന്ന് പറയാം. അങ്ങനെ അവിടുന്ന് നാണം കിട്ടും, അവിടുന്ന് ഇറങ്ങി പോവേണ്ട ഗതിയാ വരുന്നത് കേട്ടോ. ഇവരങ്ങനെ പോകുന്ന സമയത്ത് റോഡിൽ വെച്ച് അച്ഛനും അമ്മയും കൂടെ വീണ്ടും പഴയ പോലെ ഉപദേശിക്കാൻ തുടങ്ങി, മോള് വിഷമിക്കണ്ട, ഞങ്ങളില്ലേ നിനക്ക്, നിന്നെ എങ്ങനെയെങ്കിലും ഞാൻ അതിനകത്ത് കയറ്റിയിരിക്കും, പിന്നെ ഇതൊക്കെ ഒരു ചെറിയ ചെറിയ തെറ്റുകളല്ലേ എന്നൊക്കെ വലിയ ന്യായം പറയാൻ ചെല്ലുന്നുണ്ട് ഉദയഭാനു. ദേവി പറയാനുണ്ട്, ദേവി ഇത്രയും നാളും ഉപദേശിച്ചും കള്ളം പറഞ്ഞും എന്നെ പറഞ്ഞ് പഠിപ്പിച്ച് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾ നിർബന്ധിച്ചതുപോലെ ഞാൻ ചെയ്തു, ഇനിയെങ്കിലും എന്നെ വെറുതെ വിട്ടുകൂടെ, എന്നോട് സംസാരിക്കരുത്, എനിക്കൊന്ന് സമാധാനം തരണം, നാട് റോഡിലിട്ട് പറയാട്ടോ. ദേവിക്ക് ഭ്രാന്തെടുത്തിട്ട് ദേവി ഇങ്ങനെ നടക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട്. അപ്പോൾ വീണ്ടും ശ്രീകല വല്ലാത്ത ടെൻഷനായി, മോളിനി എന്തെങ്കിലും കടുങ്കൈ ചെയ്ത് കളയോ അല്ലെങ്കിൽ അവളെന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ പേടിച്ചിട്ട് ദേവിയുടെ നടപ്പും നോട്ടവും ഭാവവും ഒക്കെ കാണുമ്പോൾ അവർക്ക് ആകെ പേടിയാവാട്ടോ. അങ്ങനെ അവർ ചെന്ന് വീണ്ടും ദേവിയോട് പറഞ്ഞിട്ട്, മോളെ ഈ അമ്മയുടെ കൊക്കിന് ജീവൻ ഉള്ളിടത്തോളം കാലം നീ വീട്ടിൽ നിൽക്കേണ്ടി വരില്ല, നീ നോക്കിക്കോ, ആനന്ദ് നിന്നെ കല്യാണം കഴിച്ച് ആ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിന്നെ തിരിച്ച് ആ വീട്ടിൽ കയറ്റാനും ഈ അമ്മയ്ക്ക് അറിയാം, നീ ഒന്ന് സമാധാനപ്പെടും, എന്തായാലും ഇപ്പോൾ എല്ലാവരും എല്ലാം അറിഞ്ഞല്ലോ, കലങ്ങി തെളിഞ്ഞല്ലോ, ബാക്കി കാര്യം ഞാൻ ഏറ്റു എന്നും പറഞ്ഞ അമ്മ വീണ്ടും ധൈര്യം കൊടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാട്ടോ ദേവീനെ. ദേവാമംഗലത്താണെങ്കിലോ പാവം നമ്മുടെ ബാലൻ ഭയങ്കരമായിട്ട് തകർന്നിരിക്കുകയെന്ന് വെച്ചാൽ ഞാനാണല്ലോ നിർബന്ധിച്ച് ഈ ഒരു വിവാഹം നല്ലതാണെന്ന് പറഞ്ഞ് കൊണ്ടുവരികയും ആനന്ദിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിച്ചതൊന്നും അറിയാണ്ട് ആ വിഷമത്തിലാണ്. പിന്നെ എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകളും ഉണ്ട്, ഇനിയിപ്പോൾ മക്കളും എല്ലാവരും തന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യും.
അത് കണ്ടിട്ട് ആര്യനും ആകാശിനൊന്നും സഹിക്കാൻ പറ്റണില്ല കേട്ടോ. അവർ പോയി അച്ഛനോട് പറയാനുണ്ട്, അച്ഛൻ വിഷമിക്കണ്ട, അച്ഛനെ ഇവിടെ ആരും ഒന്നും കുറ്റം പറയില്ല. കാരണം അച്ഛനിത് അറിയാതെ ചെയ്തതല്ലേ, അറിഞ്ഞുകൊണ്ടല്ലോ, ആനന്ദേട്ടൻ്റെ നല്ലതിന് വേണ്ടി ചെയ്തതല്ലേ. ഞങ്ങളും ഒക്കെ അങ്ങനെ തന്നെയല്ലേ വിശ്വസിച്ചിരുന്നത്, ഇപ്പോഴല്ലേ സത്യം അറിയണം വെച്ചാൽ. അതുകൊണ്ട് അച്ഛന് അങ്ങനെ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കണമെങ്കിലും ബാലൻ അത് അത്രയ്ക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗോമതി ഓടി വന്ന് ബാലേട്ടൻ്റെ കാലിലൊക്കെ വീണ് മാപ്പ് പറയാണ്. ബാലേട്ട എന്നോട് ക്ഷമിക്കണം, ഞാനും അറിയാണ്ട് എന്തൊക്കെയോ കുറ്റപ്പെടുത്തി ബാലേട്ടനിൽ കൊണ്ടുവന്ന വിവാഹാലോചന എൻ്റെ മോൻ്റെ സങ്കടം സഹിക്കാൻ വയ്യാണ്ടും ഇത്രയും വലിയൊരു കള്ളത്തരം പിടിക്കപ്പെട്ടതും എനിക്കും ഷോക്കായിപ്പോയി. അതുകൊണ്ടാണ് ബാലേട്ടൻ സാധാരണ തെറ്റ് പറ്റാറില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാനും കുറ്റപ്പെടുത്തിയത്, എന്നോട് ക്ഷമിക്കണം, അറിയാണ്ട് പറ്റിയതാണെന്ന് പറയാണ്ട് ഇവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനിപ്പിക്കുകയാണ്. എന്നാലും മീനാക്ഷിക്ക് എന്തോ ഒരു വിഷമമുണ്ട്. മീനാക്ഷി അവരോട് പറയുന്നുണ്ട്, ഉദയഭാനുക്കളും അവരും ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്, ആനന്ദേട്ടനോട് നമ്മളെ കുടുംബത്തോടും ഒക്കെ ചെയ്തത് വലിയ ചതിയാണ്, അതിനോട് ഞാൻ യോജിക്കുന്നുമില്ല. പക്ഷേ ദേവിയെടുത്തി വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അമ്മേ, പാവമല്ലേ ദേവിയെടുത്തി, ആ കള്ളത്തരങ്ങൾ അവർ പറയണ കേട്ട് അനുസരിച്ചു, അങ്ങനെ പറ്റിപ്പോയി ചേച്ചിക്ക്. എന്നാലും നമ്മളോട് ചേച്ചിക്ക് സ്നേഹമായിരുന്നില്ലേ, ഈ കുടുംബത്തെ നല്ലതായിട്ടല്ലേ നോക്കിക്കൊണ്ടിരുന്നത്, ഇറക്കി വിടണ്ടായിരുന്നു എന്ന് മീനാക്ഷി പറയാം കേട്ടോ. അപ്പോൾ ഗോമതിക്ക് ദേഷ്യം വരുവാണ്. എന്താ മീനു, നീ അവളുടെ സൈഡിൽ നിന്നങ്ങ് പറയാണോ, നീ അവളെ സൈഡിൽ നിന്നും പറഞ്ഞ് മിണ്ടി പോകരുത്, അവളുടെ വാക്ക് പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞ് മീനാക്ഷിക്ക് താക്കീത് കൊടുക്കുകയാണ്. മിത്രയും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. കൃഷ്ണമംഗലത്താണെങ്കിലും ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൽ അവിടെ ഭയങ്കര സന്തോഷമാട്ടോ അച്യുതന്നെ. കാരണം വലിയ വീമ്പിളക്കിക്കൊണ്ട് നടന്നതാണല്ലോ എൻ്റെ മോന് നല്ല സുന്ദരിയായ ഭാര്യയെ കിട്ടിയെന്നും നല്ല ബിസിനസ്സുകാരന് കോടീശ്വരനായ ഒരു അച്ഛൻ്റെ മകളാണ് അവളെന്നൊക്കെ പറഞ്ഞ് ബാലനെ ഒത്തിരി പുകഴ്ത്തിക്കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അന്നേരം അതെല്ലാം വീണ്ടും അച്യുതൻ എടുത്ത് ഇങ്ങോട്ട് പുറത്തിടുന്നുണ്ട്. അച്യുതൻ പറയുന്ന അവസാനം അക്കിടി പറ്റി, അവന് അബദ്ധം പറ്റി, അങ്ങനെയെങ്കിലും പറ്റിയല്ലോ, നല്ല കാര്യം, അങ്ങനെ തന്നെ വേണം എന്നും പറഞ്ഞുകൊണ്ട് ഏറ്റുന്നു കേട്ടോ. പക്ഷേ അലോകിന് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. അലോക് വന്ന് വെല്ലിച്ചനോടും അച്ഛനോടൊക്കെ പറയുന്നുണ്ട്, ഈ ഉദയഭാനു എന്ന് പറഞ്ഞ ആൾ വലിയൊരു ചതിയല്ലേ അവരോട് ചെയ്തത്, അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് അന്വേഷിക്കാൻ ഞാൻ എന്താണെന്ന് ചോദിക്കുകയാണ്. ആ ഉദയഭാനുവിനിട്ടെങ്കിലും രണ്ട് വർത്തമാനം പറയണ്ടേ എന്ന് ചോദിക്കുകയാണ്. നിങ്ങളും അച്ഛനും കൊച്ചച്ഛനൊക്കെ ആ വീട്ടിൽ തന്നെ അങ്ങ് എല്ലാവരും ബന്ധുക്കളല്ലേ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. പക്ഷേ ആനന്ദം പറയുന്നുണ്ട് വല്യച്ഛൻ, അലോകെ അതൊൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മളിനി അവരുടെ കുടുംബത്തിൽ എന്തിനാണ് ഇടപെടാൻ പോകണം, അതൊന്നും വേണ്ടാന്ന് താക്കീത് കൊടുക്കുകയാണ്. പക്ഷേ ഇതെല്ലാം കേട്ടും കൊണ്ട് അച്യുതനും ഭയങ്കര ദേഷ്യമുണ്ട്. അച്യുതൻ പറഞ്ഞിട്ട്, അലോകെ നിനക്കിപ്പോൾ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം ഭയങ്കര മാറ്റമാണല്ലോ ഇവിടെ വന്നേക്കുന്നത്, അല്ലെങ്കിലും അന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് നീ അനുമോളുടെ കാലി പിടിച്ച് മാപ്പ് പറഞ്ഞ് അന്ന് മുതലേ ഞാൻ നോട്ടായിട്ട് വച്ചേക്കാൻ നിന്നെ രണ്ട് പൊട്ടിക്കണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ നീ ഇറങ്ങിയല്ലോ എന്നുള്ള സന്തോഷം കൊണ്ടിട്ടാണ് ഞാനൊന്നും മിണ്ടാത്തത്. എന്നിട്ട് നിൻ്റെ സ്വഭാവം ഇതുവരെ മാറിയില്ലേ, നീ അവളെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണോ, നിനക്കെന്താ പെട്ടെന്ന് ദേവമംഗലത്തുകാരോടൊത്തൊരു സ്നേഹവും. അലോകെ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം, അങ്ങോട്ടുള്ള സ്നേഹവും ഇതൊന്നും വേണ്ട. പിന്നെ അനുമോളും മറ്റുള്ളവരും അതൊക്കെ അങ്ങനെ നിന്നോട്ടെ. ബാലൻ എന്ന് പറയുന്നവൻ ഞങ്ങളുടെ ശത്രു തന്നെയാണ്, അവനോട് ക്ഷമിക്കാനോ സഹിക്കാനോ ഈ ജന്മം നമുക്ക് പറ്റത്തില്ല. അവന് കിട്ടുന്ന ഓരോ അടിയും ഞങ്ങളെ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. നീ അതുകൊണ്ട് അവരെ പോയി സപ്പോർട്ട് ചെയ്യാനോ ആ വലിയ കാര്യത്തിൽ എന്തെങ്കിലും പറയാനോ പോവരുത്, എനിക്കതൊന്നും പിടിക്കില്ല. പറഞ്ഞ മനസ്സിലായല്ലോ. നിനക്ക് ഇവിടുത്തെ കാര്യം മാത്രം നീ നോക്കിയാൽ മതി. ഇനി അനുമോളെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാൻ വല്ല ഭാവമുണ്ടോ, നിൻ്റെ സ്വഭാവത്തിൻ്റെ രീതി കൊണ്ട് ഞാൻ ചോദിക്കുന്നതാണെന്നൊക്കെ അച്യുതൻ പറയാം കേട്ടോ. പക്ഷേ അലോക് ഒന്നും മിണ്ടുന്നില്ല. എന്തോ അലോകിന് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവരോടുള്ള സ്നേഹം കൊണ്ടാണോ പകുതി അഭിനയമാണോ ഒന്നും അറിയാമില്ല, ഒക്കെ വഴിയെ തന്നെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഇതൊക്കെയാണ് പ്രൊമോയിലൊക്കെ വരുന്നത്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.